അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാംഗ്ലൂർ പോവാണ്. എന്തിനാണെന്നറിയോ? ഒരു ദിവസം ഏതെങ്കിലും ഒരു ഹോട്ടലിലിരുന്ന് റിസോർട്ടിൽ പോയി നല്ലോണം കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വരാനാണ്. ഞങ്ങൾക്ക് പൈസ കൂട്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഒരു മോഹം. അതുകൊണ്ട് രാവിലെ തന്നെ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ബാംഗ്ലൂർ പുറപ്പെട്ടു. ഞങ്ങളുടെ കഷ്ടകാലത്ത് നിന്ന് ബസ് പണി മുടക്കി. അപ്പോൾ ആ സമയത്ത് അവൾ ഫുഡും ഓർഡർ ചെയ്തു. എന്നിട്ട് ഏതോ ഒരു ബസ് കിട്ടി, അതിൽ കയറിപ്പോയി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കോർമംഗലാണ്. അപ്പോൾ അങ്ങോട്ട് കെങ്കേരിയിൽ നിന്ന് മെട്രോ പിടിച്ച് പോയി. അങ്ങനെ ഹോട്ടലിൽ ലോഗിൻ ചെയ്തു. പക്ഷേ എനിക്ക് പണിയുള്ളതുകൊണ്ട് ഞാൻ മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്യാൻ ലോഗിനായി. പിന്നെ അവൾ അന്നത്തെ ദിവസം ലീവായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഗോസിപ്പ് ചെയ്ത് ഞാൻ എൻ്റെ മീറ്റിംഗൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റെഡിയാവാൻ തുടങ്ങി. അടുത്തുള്ള ഒരു ബിയർ ലൈബ്രറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോണത്. ഇതാണ് ഫിറ്റ് ചെക്ക്. ഞങ്ങൾ ഈ ഡ്രസ് കോഡൊന്നും ഡിസൈഡ് ചെയ്യാത്തതുകൊണ്ട് അവൾ മറ്റേ ആനാബെല്ലയുടെ പോലെയും ഞാനൊരു ഷോപ്പിൽ നിന്ന് പോണ പോലെ റെഡിയായിട്ട് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെയും. അങ്ങനെ കുറച്ചധികം മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങളെത്തി ദ ബിയർ ലൈബ്രറി. ഇത് ബാംഗ്ലൂരിൽ നല്ല ഫേമസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സൈഡിലും ഇതിൻ്റെ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ വ്യൂ നല്ല അടിപൊളിയായിരുന്നു, ഫുഡും കൊള്ളാം. അപ്പോൾ അവിടെ കുറച്ച് ആംബിയൻസൊക്കെ നോക്കിയിട്ടിരുന്നു. വീക്ക് ഡേയ്സ് ആണെങ്കിലും ബാംഗ്ലൂരിൽ ആൾക്കാരിനൊരു കുറവില്ല. ഞങ്ങൾ പോകുമ്പോൾ ഒരു 7:30, 8 ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10 വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞങ്ങൾ ചില മഷ്റൂം ഫ്രൈയും പിന്നെ പിസ്സ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. എല്ലാം കൊള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വാഷ്റൂമിൽ വന്നപ്പോഴാണ് ഈ വലിയ മിറർ കണ്ടത്. അപ്പോൾ ഇവിടെ എന്തിനാണ് വിടണമെന്ന് വെച്ചാൽ അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഹോട്ടലിലെത്തി. പിന്നെ രണ്ടാളും കൂടി ഒരു 2 ഡാൻസൊക്കെ കളിച്ച് കിടന്നുറങ്ങി. ഇതായിരുന്നു ഞങ്ങളുടെ ബാംഗ്ലൂർ ട്രിപ്പ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.